യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പത്തൊമ്പതാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. പാർശ്വം പിളർക്കപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. കർത്താവിന്റെ സുവിശേഷം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ എല്ലാ പല്ലും കാണിച്ച് ഈശോ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പുറത്തിരിക്കുന്നവര് ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം അച്ഛൻ ആരെയും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ഇരുട്ടാണ്. ഹല്ലേലൂയ. എന്തായാലും കസേരകളൊന്നും ബാക്കി കിടക്കുന്നത് കാണുന്നില്ല. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മഴയുള്ളപ്പോഴും കർത്താവ് നമ്മെ തൻ്റെ കൂടാരത്തിലേക്ക്, തൻ്റെ ആലയത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. കുട്ടികൾക്കും വരാനായിട്ടുള്ള സൗകര്യാർത്ഥം സ്കൂൾ ഇരിട്ടി ഉപജില്ലയിൽ സ്കൂൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ. വ്യാഴാഴ്ച പള്ളിയിൽ വരാൻ വേണ്ടിയാണ് സ്കൂൾ അവധി പ്രഖ്യാപിച്ചത്. അത് ചില കുട്ടികൾ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ്. നാളെയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ സഭ ഔദ്യോഗികമായി ആഘോഷിക്കുന്ന ദിവസം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ശരീരത്തെയും രക്തത്തെയും കുറിച്ചാണ്. പരിശുദ്ധ കുർബാനയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിച്ചത്. അമ്മ ത്രേസ്യ നമ്മെ ഓർമ്മിപ്പിച്ചു, ഈശോ നമ്മുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സമയമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സമയം. നമ്മൾ ഈശോയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്ന സമയമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ സമയം. ആ അമ്മ ത്രേസ്യയുടെ ആ ചിന്തകളെ അടിസ്ഥാനമാക്കിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ വചന ശുശ്രൂഷ നടത്തിയത്. ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച്. നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലായിടത്തും വളരെ പ്രചാരമുള്ള ഒരു ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തി. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളാണ്. ഹല്ലേലൂയ. എല്ലാ മാസാദി വെള്ളിയാഴ്ചയും ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ
അച്ഛൻ്റെ വീട്ടിൽ നടത്താറുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ നടത്താറുള്ളവർ ഒന്ന് കരമുയർത്താവോ? വെരി ഗുഡ്. ഒത്തിരിയേറെ കുടുംബങ്ങളിൽ മാസാദി വെള്ളിയാഴ്ച തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയെ ചൊല്ലുകയും അതുപോലെ തിരുഹൃദയ പ്രതിഷ്ഠ പുതുക്കുകയും ചെയ്യാറുണ്ട്. ജൂൺ മാസം 30 ദിവസം തിരുഹൃദയ ഭക്തിയോട് അനുബന്ധിച്ചിട്ടുള്ള വണക്കമാസവും നൊവേനയും ഒക്കെ ചൊല്ലി ജൂൺ മാസം 30-ാം തീയതി വീണ്ടും തിരുഹൃദയ പ്രതിഷ്ഠ പുതുക്കാറുമുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. സ്നേഹപൂർവം അത് ഓർമ്മിപ്പിക്കുന്നു. തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലുണ്ട്. തിരുഹൃദയ രൂപമില്ലാത്ത ഭവനങ്ങൾ ഉണ്ടാകാറില്ല. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ ഹൃദയത്തോട് ഇത്രയേറെ ചേർന്ന് നിൽക്കുന്ന നമ്മൾ അനുദിനം പ്രദർശിപ്പിക്കുന്ന ഒരു ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ളത്. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലേക്ക് തിരിച്ചു കയറി വരുമ്പോഴുമെല്ലാം ആ തിരുഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ആ തിരുഹൃദയത്തെ നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നതും വീട്ടിലേക്ക് തിരിച്ചു കയറി വരാറുള്ളതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈ ദിവ്യകാരുണ്യം ഈശോയുടെ തിരുഹൃദയം തന്നെയാണ് എന്ന ചിന്ത അച്ഛൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യം ഈശോയുടെ തിരുഹൃദയം തന്നെയാണ്. ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ഉണ്ടായ ഇടങ്ങളിലെല്ലാം മാംസമായി മാറിയ ദിവ്യകാരുണ്യം പരിശോധിച്ചവരെല്ലാം പറഞ്ഞത് ഇത് ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോശങ്ങളാണ് എന്നാണ്. അപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയുടെ ഹൃദയത്തെ തന്നെയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, 1856 മുതലാണ്, ഏതാണ് വർഷം? 1856 മുതലാണ് തിരുഹൃദയത്തിൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയ വർഷം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ജോസേട്ടൻ വന്നിട്ടില്ല. ഇവിടെ ഉണ്ടല്ലോ, 200-ന്റെ അടുത്താണ്. ഓക്കെ, വെരി ഗുഡ്. കൈയടിച്ച് നന്ദി പറയാം. 1264 ദിവ്യകാരുണ്യ തിരുനാൾ ആരംഭിച്ചതെങ്കിൽ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് അത്രയും വർഷങ്ങളായിട്ടില്ല. 1856 മുതലാണ്. 9-ാം പിയൂസ് പാപ്പയാണ് ഈ തിരുനാൾ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയ ഭക്തിക്ക്, ഈ ദൈവത്തിന് നമ്മോടുള്ള അഗാധമായ വൈകാരികമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് തിരുഹൃദയം. അച്ഛൻ ആവർത്തിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിന് നമ്മോടുള്ള അഗാധമായ വൈകാരികമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് തിരുഹൃദയം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവത്തിന് നമ്മോടുള്ള അഗാധമായ വൈകാരികമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് തിരുഹൃദയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കേവലം ഒരു ടീച്ചറിന് സ്റ്റുഡന്റിനോടുള്ള ഒരു സ്നേഹം പോലെയല്ല. ടീച്ചറിന് സ്റ്റുഡൻസിനോട്, ഇവിടെ ടീച്ചർമാരിയ്ക്കുന്നുണ്ടാവും ഇല്ലേ? അധ്യാപകർക്ക് കുട്ടികളോട് എന്തുണ്ടാകാറുണ്ട്? സ്നേഹമുണ്ടാകാറുണ്ട്. അവര് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന ടീച്ചർമാരൊക്കെ ഉണ്ട്, വെറുതെ ഒന്നുമല്ല. പക്ഷെ ആ കുട്ടികൾ ആ ബാച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ചാണ് അല്ലേ? അങ്ങനെയാണത്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച കുട്ടി ഇപ്പൊ വേറെ എവിടെയെങ്ങാണ്ടുമാണ്. ആ കൊച്ചു പരീക്ഷയിൽ പാസ്സാവാൻ 10-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ, ഒരു ഉദാഹരണം പറയാം, 10-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ +2 ഈ കുട്ടി തന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ കൊച്ചിന് വേണ്ടി കൈവരിച്ച് പ്രാർത്ഥിക്കുമോ? ഇല്ലില്ല. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പക്ഷേ അമ്മ
10 പഠിച്ചപ്പോഴും കുഞ്ഞിന് അത് അമ്മയുടെ കുഞ്ഞാണ്. +2 പഠിച്ചപ്പോഴും അത് അമ്മയുടെ കുഞ്ഞാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴും അത് അമ്മയുടെ കുഞ്ഞാണ്. ഹല്ലേലൂയ. അതാണ് ഈ രണ്ട് സ്നേഹത്തിന്. മറ്റേത് വൈകാരിക, അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു വൈകാരികമായ ആഴമുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വെറുതെ ക്ലാസ്സിൽ ക്ലാസ്മേറ്റ്സിന്റെ സ്നേഹം പോലെയല്ല, ഫേസ്ബുക്കിലെ സ്നേഹം പോലെയല്ല, വാട്സപ്പിലെ സ്നേഹം പോലെയല്ല. അത് ബൈബിളിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ഒരു ഉടമ്പടി സ്നേഹം പോലെയാണ്. നീ എൻ്റെയാണ്, ഞാൻ നിൻ്റേതാണ് എന്ന് പറയുന്ന ഒരു കവനന്റൽ റിലേഷൻഷിപ്പാണ് ഈശോയുടെ ഹൃദയത്തിന് നമ്മുടെ ഹൃദയത്തോടുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം പോലെയാണ്, അപ്പന് മകനോട് കുഞ്ഞിനോടുള്ള സ്നേഹം പോലെയാണ്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം പോലെയാണ്, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം പോലെ ആണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ കാണുമ്പോൾ, ഈശോയുടെ തിരുഹൃദയ ഭക്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുന്ന 3 അടയാളങ്ങളുണ്ട്. ഈശോയുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തീ വരുന്നുണ്ട്. അതിൽ നിന്ന്, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തീ എന്തിന്റെ തീയാണ്? സ്നേഹത്തിന്റെ തീയാണ്, സ്നേഹാഗ്നി ജ്വാലയാണ്. ആ തീ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തീ കാണുമ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് ജീവനുള്ള ഹൃദയമാണ്. ദൈവത്തെ പ്രതി, പിതാവായ ദൈവത്തെ പ്രതി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. അതുപോലെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ പിന്നെ, പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തെ നമുക്ക് അവഗണിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് വേണ്ടി ഒരു ഹൃദയം ഇങ്ങനെ കിടന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ ആ ഹൃദയത്തെ നമുക്ക് അവഗണിക്കാൻ, മാറ്റി നിർത്താൻ പറ്റുകയില്ല. കണ്ണടച്ചാൽ, അങ്ങനെ ഒരു പാട്ടില്ലേ, എന്താണത്? കണ്ണടച്ചാൽ നീയാണ്, പിന്നെന്താണ്? പാടിക്കോ നിങ്ങള്. അച്ഛന് കണ്ണടച്ചാൽ നീയാന്ന് മാത്രം അറിഞ്ഞോട്. പിന്നെ അച്ഛൻ പഠിച്ചിട്ട് അടുത്ത ആഴ്ച പാടിത്തരാം. ഹല്ലേലൂയ. അപ്പോൾ കണ്ണടച്ചാലും നീയാണ്, കാതടച്ചാലും നീയാണ്, എവിടെ പോയി ഇരുന്നാലും നീയാണ് എന്ന് പറയുന്ന ആ പാട്ട് പോലെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ജ്വലിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുന്ന ഈശോയുടെ ഹൃദയമല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ജ്വലിക്കുന്ന വേറെ ആരുടെയെങ്കിലും ഹൃദയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിൻ്റെ, ചേച്ചിമാരോടാണ് ആദ്യത്തെ ചോദ്യം, ഭർത്താവിൻ്റെ ഫോട്ടോ വീട്ടിലുണ്ടാകും, മൊബൈലിലെങ്കിലും ഉണ്ടാവും. ആ ഫോട്ടോയിൽ നിങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം വരച്ചു വെക്കോ? അച്ഛാ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം പോയിട്ട് ഹൃദയം തന്നെ ഉണ്ടോന്ന് സംശയമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ മൊബൈലിൽ എടുത്തു വെച്ചതിന്റെ കൂടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം കൂടെ എടുത്ത് വരച്ചു വെക്കുവോ? വല്ലതും പറയച്ച. അപ്പോൾ നമുക്ക് വേണ്ടി, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടി നമ്മുടെ വീടിന്റെ നടയിൽ, ആ പ്രാർത്ഥനാ മുറിയിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഈ ലോകം മുഴുവനും
അവൻ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് വേണ്ടി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണ് എന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് തിരുസഭ ഈ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. തിരുഹൃദയത്തിന്റെ രണ്ടാമത്തെ അടയാളം പ്രിയപ്പെട്ടവരെ ഒരു കിരീടം ചൂടിയിട്ടുണ്ട്. എന്താണ് ആ കിരീടം? മുൾമുടി കൊണ്ടുള്ള കിരീടമാണ്. ക്രൗൺ ഓഫ് തോൺസ്. തിരുഹൃദയത്തിന്റെ കിരീടമെന്ന് പറയുന്നത് മുൾമുടി ചൂടിയ കിരീടമാണ്. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കൂർത്ത മുള്ളുകളാണ്. ആ മുള്ളുകൾ സൂചിപ്പിക്കുന്നത് ഈശോ തൻ്റെ മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം വ്യാകുലങ്ങളിലൂടെ, എത്രമാത്രം വേദനയിലൂടെ, നമ്മെ പ്രതിയുള്ള വേദനകളിലൂടെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ടുള്ള വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നുപോയി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ ആ തിരുഹൃദയത്തിൽ ഒരു മുൾമുടി വെച്ചിരിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമ്മുടെ ഓരോ പാപവും ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നുകൂടെ ആ മുൾമുടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയമുള്ളവൻ നമ്മെ പ്രതി സഹിക്കുന്നവനാണ്, നമ്മെ പ്രതി വേദനിക്കുന്നവനാണ്. നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നതും മനുഷ്യനെ വെറുക്കുന്നതും ഒക്കെയായിട്ടുള്ള പാപങ്ങൾ, കൽപ്പനകളുടെ ലംഘനമായിട്ടുള്ള പാപങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ആ മുൾമുടിയാണ് ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും ആ മുള്ളുകൾ ആഴ്ന്നിറങ്ങുകയും അവൻ നമ്മെ പ്രതി വേദനിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ആ മുൾമുടിയുള്ളത്. ഹല്ലേലൂയ. മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളോട് ഈശോ വിശദീകരിച്ചു പറഞ്ഞ ഒരു കാര്യങ്ങളിലൊന്ന് മനുഷ്യന്റെ പാപം എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അവിശ്വസ്തതകളെ, നമ്മുടെ കുറവുകളെ ലഘുവായി കാണാതിരിക്കാൻ, അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ ഈ തിരുഹൃദയത്തിലേക്ക് നോക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. തിരുഹൃദയത്തിലുള്ള മൂന്നാമത്തെ അടയാളം കുരിശാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുരിശ് രക്ഷയുടെ അടയാളമാണ്. കുരിശ് മഹത്വത്തിന്റെ അടയാളമാണ്. കുരിശ് നീതിയുടെ അടയാളമാണ്. കുരിശ് കരുണയുടെ അടയാളമാണ്. കുരിശ് നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ കൂദാശകളുടെയും അടയാളമാണ്. കുരിശ് സഭയുടെ അടയാളമാണ്. ആ അടയാളമായ കുരിശ്, അതായത് നിന്റെ രക്ഷ ഈ ഹൃദയത്തിലാണെന്ന്, നിന്റെ മഹത്വം ഈ ഹൃദയത്തിലാണെന്ന്, നിന്റെ സ്വർഗം ഈ ഹൃദയത്തിലാണെന്ന് നമ്മോട് പറയാൻ വേണ്ടിയാണ് അവന്റെ ഹൃദയത്തിൽ ഒരു കുരിശ് നാട്ടിവെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, നിനക്ക് മഹത്വം പ്രാപിക്കണമെങ്കിൽ, നിനക്ക് ദൈവവുമായി ഐക്യം പ്രാപിക്കണമെങ്കിൽ, കാരണം മനുഷ്യകുലത്തെ ദൈവവുമായി ഐക്യപ്പെടുത്തിയത് ഈ കുരിശാണ്. നിനക്ക് ദൈവ ഐക്യമെന്ന നിന്റെ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നീ എത്തിച്ചേരണമെങ്കിൽ നീ ഈ ഹൃദയത്തിലേക്ക് തിരിയണമെന്ന് തിരുഹൃദയം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ചതിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 19ഉം 20ഉം തിരുവചനങ്ങൾ, ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടെത്തുന്നത് എസെക്കിയേലിന്റെ പുസ്തകത്തിലാണ്. ദൈവം പറയുകയാണ്, അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും.
പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയമായി തീരുക എന്ന ചിന്തയാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരുക എന്നതാണ് തിരുഹൃദയ ഭക്തിയുടെ കാതൽ. ഹല്ലേലൂയ. പഴയ നിയമം എസെക്കിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. One of the promises of God in the Old Testament, അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരു 15ഓളം പ്രഭാഷണങ്ങൾ ശിലാഹൃദയത്തെക്കുറിച്ചും മാംസള ഹൃദയത്തെക്കുറിച്ചും മുൻപ് നടത്തിയിട്ടുണ്ട്. ശിലാഹൃദയത്തിന്റെ പ്രത്യേകതകൾ, മാംസള ഹൃദയത്തിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ ഉള്ളിലുള്ള ആ കഠിന ഹൃദയം ഞാൻ എടുത്തു മാറ്റി മാംസള ഹൃദയം, അതായത് ഈശോയുടെ ഹൃദയം, ദൈവത്തിന് പ്രീതികരമായ ഹൃദയം, നീതിയുടെയും നിയമത്തിന്റെയും നിക്ഷേപമായ എല്ലാ നന്മകളുടെയും നിധിയായ ആ നിധിയൊക്കെ അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഹൃദയം ഞാൻ നിന്നിൽ നിക്ഷേപിക്കുമെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. അങ്ങനെ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയമാകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അപ്പോൾ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ഹല്ലേലൂയ. എപ്പോഴാണ് ദൈവം പൂർണ്ണമായി നമ്മുടേതായിരിക്കുന്നത്? നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയമായിരിക്കുമ്പോൾ. കാരണം ദൈവത്തെ ഉൾക്കൊള്ളാൻ, ശ്രദ്ധിക്കണേ, ദൈവത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് ദൈവത്തിന്റെ ഹൃദയം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയാം. 25 കിലോ അരി വെക്കാൻ എത്ര കിലോ അരിയുടെ ചാക്ക് വേണം? 25 കിലോ അരിയുടെ ചാക്ക് വേണം, അല്ലേ? എക്സാമ്പിൾ ക്ലിയർ ആയോ? 2 കിലോ വെക്കാൻ പറ്റുന്ന ഒരു സഞ്ചിയിലേക്ക് 25 കിലോ ഇട്ടെന്ന് വിചാരിക്കുക, എന്തു പറ്റും? സഞ്ചിയും പോവും, അരിയും പോവും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? പരിശുദ്ധ ത്രിത്വത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് ഏത് ഹൃദയം വേണം? ഈശോയുടെ ഹൃദയം വേണം. കാരണം ഈശോയുടെ ഹൃദയത്തിനാണ് ദൈവത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഹൃദയം സൗകര്യമുള്ളവര് വെച്ചോ, സൗകര്യമില്ലാത്തവര് വെക്കണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ല. എല്ലാവർക്കും നിർബന്ധമായും ഈശോയുടെ ഹൃദയം ഉണ്ടായിരിക്കണം. കാരണം ഈശോയുടെ ഹൃദയമുണ്ടെങ്കിലേ നമുക്ക് ദൈവീകതയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു വാക്കിൽ ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ ഹൃദയം വേണം. സ്വർഗരാജ്യത്തിൽ കാലുകുത്താനുള്ള വിസയാണ് ഈശോയുടെ ഹൃദയം. ഈശോയുടെ ഹൃദയമില്ലാത്തവർക്ക് സ്വർഗത്തിൽ കാലുകുത്താൻ പറ്റുകയില്ല. എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചുവിടും. വിസ ഓൺ അറൈവൽ അല്ല, ഇവിടുന്ന് വിസ അടിച്ചു പോയിക്കോളേ വേണ്ട. ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈശോയുടെ നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെയാകണം? ആധാർ കാർഡ് എടുക്കുക എന്നത് ഒരു ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്തുണ്ടായിരിക്കണം? ആധാർ കാർഡ് ഉണ്ടായിരുന്നേ മതിയാവൂ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ആധാർ കാർഡ് എടുക്കണം, അല്ലേ? അതുപോലെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ആരുടെ ഹൃദയം വേണം? നമ്മുടെ വളിച്ച പൊളിച്ച ഹൃദയവുമായിട്ട് അവിടെ ചെന്നാൽ ഇത് എടുക്കൂല്ലാട്ടാന്ന് പറയും. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ടേ, അല്ലേ?
ഈ ഷീറ്റ് ഇവിടെ. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയമാക്കി മാറ്റാനുള്ള ഏതാനും ചില ചിന്തകളാണ് ചെറിയ സമയം കൊണ്ട് അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഉള്ളതുപോലെ പുതിയ നിയമത്തിൽ തിരുഹൃദയ ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. യോഹന്നാൻ 13:23 വായിച്ചോ. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ ഈശോയുടെ വക്ഷസ്സിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുഹൃദയ ഭക്തി നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ ആത്മാവ് കൊണ്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് ചാഞ്ഞു കിടക്കാനാണ്. ചോദ്യം, നീ നിന്റെ ജീവിതത്തെ എങ്ങോട്ടാണ് ചാഞ്ഞു കിടത്തിയിരിക്കുന്നത്? നീ എങ്ങോട്ടാണ് ചാഞ്ഞു കിടക്കുന്നത്? ദൈവത്തിലേക്കാണോ, ലോകത്തിലേക്കാണോ, മനുഷ്യരിലേക്കാണോ? നിന്നിലേക്ക് തന്നെയാണോ നീ ചാഞ്ഞു കിടക്കുന്നത്? എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ പ്രൈമറി ഫോക്കസ് എവിടെയാണെന്ന്. നിന്റെ ബിസിനസ്സിലാണോ, നിന്റെ കൃഷിയിലാണോ, നിന്റെ പഠനത്തിലാണോ, നിന്റെ ജോലിയിലാണോ, നിന്റെ വീട് പണിയിലാണോ, നിന്റെ ഏത് കാര്യത്തിലാണ് നിന്റെ ഹൃദയം ചാഞ്ഞു കിടക്കുന്നത്? കാര്യം ശരിയാണ്, നമ്മൾ പള്ളിയിലാണ് ഇരിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, മുട്ടേൽ വലിയുന്നവരാണ്, ഉരുൾ നേർച്ച നടത്തുന്നവരാണ്, തിരുനാൾ ആഘോഷിക്കുന്നവരാണ്. പക്ഷെ ചോദ്യം ഇതാണ്, നിന്റെ ഹൃദയം ആരിലേക്കാണ്, എന്തിലേക്കാണ് ചാഞ്ഞു കിടക്കുന്നത്? പരീക്ഷ എഴുതുന്നതിലേക്കാണോ, ജർമ്മൻ പരീക്ഷ പാസ്സാവുന്നതിലേക്കാണോ, ജോലി കിട്ടുന്നതിലേക്കാണോ, വിവാഹം നടക്കുന്നതിലേക്കാണോ, വിദേശത്തേക്ക് പോകുന്നതിലേക്കാണോ, നിന്റെ കടബാധ്യത മാറുന്നതിലേക്കാണോ, വസ്തു ഇടപാട് നടക്കുന്നതിലേക്കാണോ? നിന്റെ ഹൃദയം ചാഞ്ഞു കിടക്കുന്നത് എങ്ങോട്ടാണ്? അപ്പോൾ അടിസ്ഥാനപരമായി ഇതാ ഈശോയുടെ തിരുഹൃദയ ഭക്തി നമ്മെ വിളിക്കുകയാണ്. നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലുള്ള നന്മകളിലേക്ക്, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിലേക്ക് ചാഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പറഞ്ഞു. വെരി ഗുഡ്, കൈയടിച്ച് നന്ദി പറയാം. ഈശോയുടെ ഇഷ്ടങ്ങളെ അന്വേഷിക്കുകയും ആ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യുക. അതിനെയാണ് നമ്മൾ യേശുനാമവുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുനാമത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തിന്റെ പദ്ധതികളുമായി, ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളുമായി, ഹൃദയത്തിന്റെ വികാരങ്ങളുമായി ചേർത്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ ഈശോയിലേക്ക് ചാഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മാറോട് ചേർന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ അമ്മ ത്രേസ്യയുടെ ഭാഷ്യത്തിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ അമ്മ ത്രേസ്യയുടെ വാക്കുകളിൽ ഈശോയുമായി നീ അഗാധമായ പ്രണയബന്ധത്തിലായിരിക്കുക എന്നാണ് അർത്ഥം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അമ്മ ത്രേസ്യ തിരുഹൃദയ ഭക്തിയെ കുറിച്ച് പറയുന്നില്ല. സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് അമ്മ ത്രേസ്യ എഴുതുന്നില്ല.
പരിശുദ്ധ കുർബാനയെ കുറിച്ച് അമ്മ ത്രേസ്യ എഴുതിയിട്ടുള്ളതുപോലെ തിരുഹൃദയ ഭക്തിയെ കുറിച്ച് എഴുതിയിട്ടില്ല എങ്കിലും ഈശോയുമായി സൗഹൃദത്തിൽ ഡീപ്പ് റിലേഷൻഷിപ്പിലാവുക എന്ന അമ്മ ത്രേസ്യയുടെ ചിന്തയാണ്. അത് തന്നെയാണ് തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം അമ്മ ത്രേസ്യയുടെ കയ്യിലിരിക്കുന്നത് ആരുടെ ഹൃദയമാണ്? അപ്പൊ അമ്മ ത്രേസ്യയുടെ ഹൃദയം എവിടെ പോയി? ഈശോ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് അമ്മ ത്രേസ്യയുടെ കയ്യിലേക്ക് ആരുടെ ഹൃദയം വെച്ചു കൊടുത്തു? ഈശോയുടെ ഹൃദയം വെച്ചു കൊടുത്തു. യേശുവിന്റെ ഹൃദയം കയ്യിൽ വഹിച്ചു നിൽക്കും ത്രേസ്യ. ഹല്ലേലൂയ. ചില ആളുകൾ വരുമ്പോ ചോദിക്കാറുണ്ട്, അച്ഛാ അമ്മ ത്രേസ്യയുടെ കയ്യിൽ എന്താ ഇരിക്കുന്ന? തിന്നാൻ വല്ല നമുക്ക് ഗുണമുള്ള വല്ലതുമാണ്. അമ്മ ത്രേസ്യയുടെ കയ്യിലിരിക്കുന്നത് ഈശോയുടെ ഹൃദയമാണ്. അമ്മ ത്രേസ്യയുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിന്റെ കൈമാറ്റം എന്നാണ് അതിനെ പറയുന്നത്. നമുക്കറിയാം, പ്രണയിക്കുന്നവർ പ്രണയത്തിന്റെ അടയാളമായി ഹൃദയ ചിഹ്നങ്ങൾ കൈമാറാറുണ്ട്, അല്ലേ? ഹാർട്ടിന്റെ രൂപത്തിലുള്ള നെക്ലസ് കൊടുക്കാറുണ്ട്, മോതിരം കൊടുക്കാറുണ്ട്, കമ്മല് കൊടുക്കാറുണ്ട്. അത്രയൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാ അമ്മ ത്രേസ്യ ഹൃദയം തന്നെ കൊടുക്കുക. അപ്പോൾ അത് ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണെന്ന്. എന്താണ് ആ ബന്ധത്തിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ആൻ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്. വിഭജിക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ ഹൃദയം അവന്റെ ഉള്ളിലും അവന്റെ ഹൃദയം എൻ്റെ ഉള്ളിലുമാകുമ്പോ ഞാനും അവനും ഇനി രണ്ടല്ല, ഒന്നാണ് എന്ന് പറയുന്ന ആ പ്രണയബന്ധമാണ് തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അച്ഛൻ ആവർത്തിക്കാം, കിട്ടിയിട്ടില്ലാത്തവര് ഒന്നും കൂടെ കേൾക്ക്. എന്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിലും ഈശോയുടെ ഹൃദയം എന്റെ ഹൃദയത്തിലും എന്ന് പറയുമ്പോൾ ഇനി എന്നെയും ഈശോയെയും തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്ത ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്, അതിനെയാണ് തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത്. ഞാൻ ഈശോയുടെ ഹൃദയത്തിൽ വസിക്കുന്നു, ഈശോ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. എനിക്ക് ഈശോ ഒരു കൂടാരമായി മാറുന്നു, ഈശോയ്ക്ക് എൻ്റെ ഹൃദയം ഒരു കൂടാരമായി മാറുന്നു. അങ്ങനെ നമ്മെ തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ തൻ്റെ ഹൃദയം വെട്ടിപ്പിളർന്ന് കുത്തിപ്പിളർന്ന് ആ പിളർന്നത് ഒരു വാതിലാക്കി മാറ്റിയിരിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. യെസ്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും നമ്മുടെ ഹൃദയത്തിലേക്ക് ആവോളം സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് ഈ തിരുനാൾ നൽകുന്ന ഇൻവിറ്റേഷൻ. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് എന്താണ് ഒഴുകുന്നത്? തിരുരക്തം ഒഴുകുന്നുണ്ട്, തിരുജലം ഒഴുകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? മാറോട് ചേർന്ന് കിടക്കുന്നു. ശ്രദ്ധിക്കുക, ഈശോയുടെ മാറോട് ചേർന്ന് കിടക്കുന്നവൻ ഈശോയുടെ മാറിൽ നിന്നൊഴുകുന്ന തിരുജലം പാനം ചെയ്യുന്നു, തിരുരക്തം പാനം ചെയ്യുന്നു. മധ്യശതകത്തിലെ വിശുദ്ധയായ വിശുദ്ധ മക്റ്റിൽഡ എന്ന് പറയുന്ന ഒരു ബെനഡിക്റ്റൻ വിശുദ്ധയുണ്ട്. അവര് പറയുന്നത് ഈശോയുടെ തിരുഹൃദയം ഒരമ്മയുടെ സ്തനം പോലെയാണെന്നാണ്. കുഞ്ഞ് അമ്മയുടെ മുലപ്പാല് കുടിച്ച് നർച്ചർ ചെയ്യപ്പെടുന്നത് പോലെ, പരിപോഷിപ്പിക്കപ്പെടുന്നത് പോലെ ഒരു വിശ്വാസി ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തം പാനം ചെയ്ത് തിരുജലം പാനം ചെയ്താണ് ഈശോയായി രൂപാന്തരപ്പെടുന്നതെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം വായിക്കാം. വത്സല മക്കളെ പോലെ നിങ്ങൾ
ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറയാം, വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെ സ്വഭാവമാണ്, ആരുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് അനുകരിക്കേണ്ടത്? ഈശോയുടെ. നമ്മൾ ആരുടെ പദ്ധതികളാണ് ഏറ്റെടുക്കേണ്ടത്? നമ്മൾ നമ്മുടെ വികാരങ്ങൾ ആരുടെ വികാരങ്ങൾ പോലെ ആകണം? അങ്ങനെ നമ്മുടെ വികാരങ്ങൾ ഈശോയുടെ വികാരങ്ങൾ പോലെയും, നമ്മുടെ ആഗ്രഹങ്ങൾ ഈശോയുടെ ആഗ്രഹങ്ങൾ പോലെയും, നമ്മുടെ പദ്ധതികൾ ഈശോയുടെ പദ്ധതികൾ പോലെയും ആയിത്തീരുന്നതിനെ പൗലോസ് പറയുന്ന വാക്കാണ് എഫേസ്യർ 5:1, വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. തിരുഹൃദയ ഭക്തിയുമായി പറയാൻ കഴിയുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ എഫേസ്യർ 5:1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിലുണ്ട്. അച്ഛനിപ്പോൾ അതിലേക്ക് പോയാൽ അത് മാത്രം പറഞ്ഞ് നിർത്തേണ്ടി വരും. നിങ്ങൾക്ക് അച്ഛൻ ഒരു ഹോംവർക്ക് തരുകയാണ്. എഫേസ്യർ 5-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുകയും ഈശോയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയമായി തീരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ വരിയും വായിച്ച് വായിച്ച് ധ്യാനിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെ പ്രതിയുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഹൃദയം മധുരമുള്ള ഹൃദയമാണ്. നമ്മുടെ ഹൃദയം എങ്ങനത്തെ ഹൃദയമാണ്? ഹല്ലേലൂയ. ഇല്ലേ, നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ? എല്ലാവരും ചൊല്ലണം, എല്ലാവരും ചൊല്ലണം. അതാരെ കുറിച്ചാണ് പാടിയത്? നമ്മളെ കുറിച്ചെന്നുള്ളത് പ്ലൂരലാണ്, സിംഗുലർ ആക്കി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലാണെന്ന് ചൊല്ലുന്നുണ്ട്, സത്യമായിട്ടും അത് കല്ലാണ്, അല്ലേ? യെസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാം. നമ്മുടെ ഹൃദയത്തെ ഈ തിരുഹൃദയ തിരുനാളിൽ നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് റിവൈസ് ചെയ്യാം. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ചൊല്ലാം, ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തെ നോക്കി അല്ലെങ്കിൽ നമ്മളെ നോക്കി നിങ്ങളുടെ ഹൃദയം ഒരു കല്ലാണ് എന്ന് ആരും പറയാതിരിക്കട്ടെ. ഹല്ലേലൂയ. യെസ്. അടുത്തതായി തിരുഹൃദയ ഭക്തി തിരുസഭയിൽ അതിൻ്റെ ചിന്തകൾ ആദ്യമായി നമ്മൾ കണ്ടെത്തുന്നത് 2-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിനിലാണ്. നമുക്കറിയാം, 16-ാം നൂറ്റാണ്ടോടുകൂടെയൊക്കെയാണ് തിരുഹൃദയ ഭക്തി തിരുസഭയിൽ ആഴപ്പെട്ടതെങ്കിലും 2-ാം നൂറ്റാണ്ടിൽ ഒരു വിശുദ്ധനുണ്ട്, രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ. ഈ വിശുദ്ധൻ പറയുകയാണ്, ഓരോ ക്രിസ്ത്യാനിയും കൊത്തിയെടുക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ്. എന്താണ് പറഞ്ഞത്? ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്നാണ് കൊത്തിയെടുക്കപ്പെട്ടിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ രൂപക്കൂട് ഒരു തേക്കിൽ നിന്ന് കൊത്തിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ രൂപക്കൂടിനെ എന്ത് രൂപക്കൂടെന്ന് പറയും? തേക്കിന്റെ രൂപക്കൂടെന്ന് പറയും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ഇരിക്കുന്നത് ഒരു ഈട്ടിയാണ്, ഒരു ഈട്ടിത്തടിയിൽ നിന്ന് കൊത്തിയെടുത്തതാണിത്. ഹല്ലേലൂയ. അപ്പോൾ ഇതിന് എന്തിന്റെ ഗുണമുണ്ട്? ഈട്ടിയുടെ ഗുണമുണ്ട്. ഈ അൾത്താരയും ഈട്ടിയാണ്, അത് തേക്കാണ്. ഓക്കെ.
അതിനെന്തിന്റെ ഗുണമുണ്ട്? തേക്കിന്റെ ഗുണമുണ്ട്. ഇതിനെന്തിന്റെ ഗുണമുണ്ട്? ഈട്ടിയുടെ ഗുണമുണ്ട്. നമ്മൾ കൊത്തിയെടുക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ്. നമ്മുടെ ഹൃദയത്തിന്, അല്ലെങ്കിൽ നമുക്ക്, ഒരു ക്രിസ്ത്യാനി, ഹൃദയം മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയെ കൊത്തിയെടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തിന്റെ ഗുണമുണ്ട്? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, എനിക്ക് മുഴുവനും ഈശോയുടെ ഗുണമാണെന്ന്. ചിരിക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ ജസ്റ്റിൻ ആഗ്രഹിച്ചത് ഒരു ചിന്തയാണ്, ഒരു ആധ്യാത്മികതയാണ്. ഓരോ ക്രിസ്ത്യാനിയും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കൊത്തിയെടുക്കപ്പെട്ടവനെ പോലെ, കൊത്തിയെടുക്കപ്പെട്ടവളെ പോലെ ജീവിക്കണം. ഈശോയുടെ ഹൃദയത്തിൽ എന്താണുള്ളത്? കരുണയാണുള്ളത്. അതിൽ നിന്ന് കൊത്തിയെടുത്ത നമുക്കെന്താണുള്ളത്? കരുണയാണുള്ളത്. ഈശോയുടെ തിരുഹൃദയത്തിന് വിശുദ്ധിയാണുള്ളത്. അതിൽ നിന്ന് കൊത്തിയെടുക്കപ്പെട്ട നമുക്കെന്താണുള്ളത്? വിശുദ്ധിയാണുള്ളത്. ഈശോയുടെ തിരുഹൃദയത്തിന് അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, അവസാനമില്ലാത്ത സ്നേഹവും ക്ഷമയുമാണുള്ളത്. അതിൽ നിന്ന് കൊത്തിയെടുത്ത് എനിക്കും അതിരും അളവുമില്ലാത്ത ക്ഷമയും സ്നേഹവുമാണുള്ളത് എന്ന് പറയുന്ന അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനൊരു ക്രിസ്ത്യാനിയായി മാറുന്നത്. നിന്റെ ഹൃദയത്തിന് ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹമുണ്ടെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയാണ്. നിന്റെ ഹൃദയത്തിന് ഈശോയുടെ ഹൃദയത്തിന്റെ നന്മയും കരുണയും സമാധാനവും ഉണ്ടെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയാണ്. നിന്റെ ഹൃദയത്തിന് ഈശോയുടെ ഹൃദയത്തിൽ എന്നതുപോലെ ഒരു ദൈവസ്നേഹവും ഒരു പരസ്നേഹവും ഉണ്ടെങ്കിൽ നീ ഭയപ്പെടണ്ട. ഒരു വള്ളിക്കണക്ക് പുസ്തകത്തിലും നിന്റെ പേരില്ലെങ്കിലും കർത്താവിന്റെ കണ്ണിൽ നീ ഒരു ക്രിസ്ത്യാനിയാണ് കുഞ്ഞേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇനി ഇതിന്റെ മറുവശം പറയട്ടെ. നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഗുണങ്ങളില്ല. നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ കരുണയില്ല, വിശുദ്ധിയില്ല, വിനയമില്ല, വിധേയത്വമില്ല, ലാളിത്യമില്ല, നന്മയില്ല, സ്നേഹമില്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കുക. സ്നേഹവും സമാധാനവും സൗമ്യതയുമില്ല, ആനന്ദവും ആത്മസംയമനവുമില്ല, ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയുമില്ല. ഈശോയുടെ ഹൃദയത്തിന്റെ 12 ഗുണങ്ങളിൽ ഒന്നുപോലുമില്ല. ഹല്ലേലൂയ. ഇന്ന് ഈശോയുടെ ഹൃദയത്തിന്റെ, അതായത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ, ഏത് ഫലമാണ് ധ്യാനിച്ചത്? സമാധാനം. സമാധാനം എന്ന് പറയുന്നത് ഒരു തരി പോലുമില്ല എന്ന് വിചാരിക്കുക. പക്ഷേ നിന്റെ പേര് ഇടവകയുടെ ജ്ഞാനസ്നാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആ പുസ്തകത്തിലുണ്ട്. കുർബാന കൊള്ളപ്പാടിന്റെ പുസ്തകം ഉണ്ടെങ്കിൽ അതിലുണ്ട്. തൈര് പുസ്തകത്തിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുടുംബ കാർഡുണ്ട്, കുടുംബ യൂണിറ്റിന്റെ പേരിലുണ്ട്. അങ്ങനെ എല്ലാ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളിലും നമ്മുടെ പേരുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിന് ഈശോയുടെ ഹൃദയത്തിന്റെ ഗുണങ്ങളില്ല എന്ന് വിചാരിക്കേ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയാണോ? ഉത്തരം നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവരെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കൊത്തിയെടുക്കപ്പെട്ടവരാകണം. ഹല്ലേലൂയ. 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഗ്രിഗരി, മഹാനായ വിശുദ്ധ ഗ്രിഗരി പറഞ്ഞു, ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയം എല്ലാ കൃപകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ്. ഈ തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ ഒഴുകിയ തിരുരക്തം, തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ ഒഴുകിയ തിരുജലം എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ്. അടുത്ത ആഴ്ച അച്ഛൻ നിങ്ങളോട് തിരുരക്തത്തിന്റെ അഭിഷേകത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ചത്തെ ക്ലാസ്
പ്രേഷ്യസ് ബ്ലഡ് ഓഫ് ജീസസിനെ കുറിച്ചാണ്. കാരണം ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. ഈശോയുടെ തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മൾ പാടാറുണ്ട്. തിരുരക്തക്കടലിൽ മുക്കണമേ തിരുരക്തത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം എന്ന് നമ്മൾ ഏകദേശം ഒരു 5-6 കൊല്ലമായി പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണിത്? അത് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ ആ തിരുരക്തത്തിന്റെയും ആ തിരുജലവും എല്ലാ കൃപകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭാചരിത്രത്തിലൂടെ അച്ഛനൊന്ന് സംസാരിക്കുകയാണ്, നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ആൻസലം എന്ന് പറയുന്ന വിശുദ്ധനാണ് തിരുഹൃദയ ഭക്തിയുടെ ദൈവശാസ്ത്രപരമായ അടിത്തറ പാകിയത്. അദ്ദേഹം പറഞ്ഞു, കുത്തിപ്പിളർക്കപ്പെട്ട ഈശോയുടെ വക്ഷസ് ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലും ദൈവ നന്മകളുടെ ഭണ്ഡാരവുമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കുത്തിപ്പിളർക്കപ്പെട്ട ഈശോയുടെ വക്ഷസ് ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലും ദൈവ നന്മകളുടെ ഭണ്ഡാരവുമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ? ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു രഹസ്യമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കുകയില്ല. നമ്മൾ അറിയുന്നത് നമ്മുടെ ചില ചിന്തകൾ, ചില ആളുകൾ നോക്കിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഈ ചേച്ചിയുടെ 2 മക്കളുടെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ചേച്ചി കൈയൊന്നും പൊക്കരുത്, അച്ഛൻ പേര് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ആ ചേച്ചി തൻ്റെ മക്കൾക്ക് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ചേട്ടൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, നിങ്ങളുടെ മക്കളുടെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരാള് റിജീഷ്, ഓക്കെ, മറ്റേ ആള് രജീഷ്. ശരി. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പല കേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ റാ എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കളുടെ കയ്യിൽ കാശിരിക്കാത്തത് നിങ്ങളുടെ മക്കളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം റായായതുകൊണ്ടാണ്. ഹല്ലേലൂയ പറഞ്ഞതാണ്. കാരണം ഈ റാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കാതിരിക്കല്ലേ, തുറന്നിരിക്കല്ലേ. നിങ്ങൾ വല്ല വായോ പായോ ഇട്ടാ മതിയായിരുന്നു. ഇങ്ങനെ പൂർണ്ണമായിട്ടും, കഴിഞ്ഞ ആഴ്ച അച്ഛനോട് പറഞ്ഞ, പൂർണ്ണമായിട്ടും തുറന്നിരിക്കുന്ന അക്ഷരത്തില് തുറങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മകന്റെ കയ്യിൽ കാശിരിക്കാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ റാപ്സനച്ചന്റെ പേര് റാന്നല്ലേ? കൈ നോക്കാൻ പോയ സ്ഥലത്ത് അപ്പൊ അയാൾ ചോദിച്ചു, അത് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഈ റായെന്ന് എഴുതിയവരാരും ഗുണം പിടിക്കലെന്നാണ് ചേച്ചിനോട് പലക നോക്കിയിട്ട് ചേട്ടൻ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആരുടെ കണ്ടുപിടുത്തങ്ങളാണ്? മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷേ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലക നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും നിരത്തി വെച്ചിട്ട്, കവിട് നിരത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല ദൈവത്തിന്റെ രഹസ്യങ്ങളെന്ന്. അത് നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയാൽ, ദൈവം തന്നെ നിനക്ക് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ അത് നിനക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. എഫേസുസ് 1:17 എടുക്കാം.
1:17 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. കൈയടിച്ച് നന്ദി പറയാം. ദൈവത്തെ കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ നമുക്ക് വെളിപാടിന്റെ ആത്മാവിനെ കിട്ടണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനം. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ പുറത്തു വെച്ചിരിക്കുന്നത്, പിളർക്കപ്പെട്ടിരിക്കുന്നത്, അതിൽ നിന്ന് തിരുജലമൊഴുകുന്നത്, തിരുരക്തമൊഴുകുന്നത് ഒരു വെളിപാടാണ്. അത് ദൈവസ്നേഹത്തിന്റെ വെളിപാടാണ്. ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളവും വെളിപാടും തെളിവുമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ മുറിവേറ്റ ഈശോയുടെ ശരീരത്തെ മുഴുവൻ ധ്യാനിച്ചുകൊണ്ട് എന്താണ് മനസ്സിലാക്കിയത്? ബന്ധിതനായ ഈശോയുടെ രൂപം കണ്ടു നിന്നുകൊണ്ട് അമ്മ ത്രേസ്യ ധ്യാനിച്ചത് ഇവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ്. ഈ മുറിവേറ്റ ഹൃദയത്തെ നോക്കിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ടത്, എൻ്റെ ഈശോ തൻ്റെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം സഹിക്കുകയും എന്നെ എത്രമാത്രം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, 1281 ഡിസംബർ 27-ാം തീയതി ഈശോ വിശുദ്ധ ജത്രൂഡ് എന്ന് പറയുന്ന ഒരു പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ദിവസം കൂടെയാണ്. ഡിസംബർ 27. യോഹന്നാൻ ശ്ലീഹ ഇടതുവശത്ത് നിൽക്കുന്നു. ജത്രൂദ് യോഹന്നാൻ ശ്ലീഹയോട് സംസാരിച്ചു. ശ്ലീഹ വിശുദ്ധ ജത്രൂദിനോട് പറഞ്ഞു, നീ ഈശോയുടെ വലതുവശത്ത് നിൽക്കുക. നീ ഈശോയുടെ വലതുവശത്ത് നിൽക്കുകയും ഈശോയുടെ വക്ഷസിലേക്ക് നീ ചാരിക്കിടക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെ ഈശോയുടെ ഹൃദയത്തിന്റെ തിരുമുറിവിലേക്ക് തലചായ്ച്ചു കിടന്ന് ആ സ്നേഹത്തിന്റെ സ്പന്ദനങ്ങൾ നീ ഏറ്റുവാങ്ങുക. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ ഇന്ന് ക്ഷണിക്കുകയാണ്. ആത്മീയമായി നിന്റെ മനസ്സുകൊണ്ട്, നിന്റെ ഭാവന കൊണ്ട് നീ നിന്റെ ഹൃദയത്തെ ഈശോയുടെ മുറിവേറ്റ ആ ഹൃദയത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്നതായി നീ ഭാവനയിൽ കാണുക. അങ്ങനെ ഭാവനയിൽ കണ്ടിട്ട് ഈശോയുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ, ഈശോയുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ, ഈശോയുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് തുടിക്കുന്നത്? ഈശോയുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നത്? ഈശോയുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് കൊതിക്കുന്നത്? ആ സ്പന്ദനങ്ങൾ, ആ വിശുദ്ധിയുടെ സ്പന്ദനങ്ങൾ, വിനയത്തിന്റെ സ്പന്ദനങ്ങൾ, സ്നേഹത്തിന്റെ കരുണയുടെ സ്പന്ദനങ്ങൾ നീ ഏറ്റുവാങ്ങുക. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. 400ഓളം വർഷങ്ങൾക്ക് ശേഷം 1673 വീണ്ടും ഒരു ഡിസംബർ മാസം 27-ാം തീയതി വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്കിന്, ഫ്രഞ്ചുകാരിയായിരുന്ന വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഒരു വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെ അംഗമാണ്. വിശുദ്ധ ജത്രൂദ് ബെനഡിക്റ്റൈൻ സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്നു. ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറഞ്ഞു, തന്റെ മുറിവേറ്റ ജ്വലിക്കുന്ന ഹൃദയത്തെ മാനവരാശിക്ക് വേണ്ടിയുള്ള തന്റെ സ്നേഹത്തിന്റെ അടയാളമായി നീ അവതരിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീടിന്റെ നടയിൽ
പ്രാർത്ഥനാമുറിയിൽ നമ്മുടെ വീട്ടിലെ തിരുനടയിൽ ഇരുന്ന് ജ്വലിക്കുന്ന ഈശോയുടെ ഹൃദയം നമ്മുടെ കുടുംബത്തോടുള്ള ഈശോയുടെ സ്നേഹത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. മനുഷ്യനുമായി ഐക്യത്തിലായിരിക്കാനുള്ള ദൈവസ്നേഹത്തിന്റെ ദാഹത്തിന്റെ പ്രതീകമാണ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. അച്ഛൻ ആവർത്തിക്കാം, മനുഷ്യനുമായി. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, മനുഷ്യനുമായി ഐക്യത്തിലായിരിക്കാനുള്ള ദൈവസ്നേഹത്തിന്റെ ദാഹത്തിന്റെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എളുപ്പമാണ് മനസ്സിലാക്കാൻ. എന്തിനാണ് എന്തുദ്ദേശിച്ചാണ് ഒരു കാമുകൻ കാമുകിക്ക് ഒരു ലവ് ചിഹ്നം കൊടുത്തത്, ഒരു ഹൃദയ ചിഹ്നം കൈമാറിയത്? എന്തുദ്ദേശിച്ചാണ്? നിന്നോട് ഐക്യപ്പെട്ടിരിക്കാനുള്ള എന്റെ ഹൃദയത്തിന്റെ ദാഹമാണ് ഈ അടയാളം. ആണോ? നിങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഇരിക്കണം. എന്താ? യെസ്. ആര് ഒരു ലവ് ചിഹ്നം കൊടുക്കുമ്പോഴും അതിന്റെ അർത്ഥം ഇതാണ്: നിന്നോട് ഐക്യപ്പെട്ടിരിക്കാനുള്ള, നിന്നോട് ഫ്രണ്ട്ഷിപ്പിലായിരിക്കാനുള്ള എന്റെ സ്നേഹത്തിന്റെ ദാഹത്തിന്റെ പ്രതീകമാണിത്. യെസ്. ഇനി അത് വളരെ പരിമിതമാണ്. ഇതാ പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ഹൃദയം പറിച്ചു തരുന്നത്, ഹൃദയത്തിന്റെ ചിഹ്നമല്ല പറിച്ചു തരുന്നത്, ഹൃദയം തന്നെ പറിച്ചു തരുന്നത് നിന്നോട് ഐക്യപ്പെട്ടിരിക്കാനുള്ള ദൈവസ്നേഹത്തിന്റെ ദാഹത്തിന്റെ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഹൃദയമാണത്. ഈശോയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഹൃദയമാണ്. ആ ഹൃദയം, ഈശോയുടെ ഹൃദയം നമുക്ക് തരുന്നതിലൂടെ ദൈവസ്നേഹത്തിന്റെ, പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹത്തിന്റെ ദാഹം, മനുഷ്യകുലവുമായി ഐക്യപ്പെട്ടിരിക്കാനുള്ള പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹത്തിന്റെ ദാഹത്തിന്റെ അടയാളമാണത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോ വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്കിനോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. തന്റെ വലിയ സ്നേഹത്തോട് മനുഷ്യൻ എങ്ങനെയാണ് നന്ദികേട് കാണിക്കുന്നതെന്ന്. ഇല്ലേ, നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, അവരൊരു നന്ദിയില്ലാത്തവരാ, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു നന്ദിയില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ. എന്നിട്ട് അവരുടെ വീട്ടിൽ കല്യാണം വന്നപ്പോ നമ്മൾ വിളിച്ചു. ഹല്ലേലൂയ. അവരുടെ വീട് പണിത് കൊടുത്തത് നമ്മളാ, സ്ഥലം മേടിച്ചു കൊടുത്തത് നമ്മളാ, കൊച്ചിനെ പഠിപ്പിച്ചത് നമ്മളാ. എന്നിട്ട് ഈ കൊച്ചിന്റെ കല്യാണം വന്നപ്പോ നമ്മളെ വിളിച്ചില്ല. സന്തോഷമാവോ? അങ്ങനെ കുറെ കഥകൾ നമുക്ക്, മറ്റുള്ളവരുടെ നന്ദികേടിനെ കുറിച്ച് നമുക്ക് കുറെ കഥകള് പറയാനുണ്ട്, ഇല്ലേ? ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ആ കഥയൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് സേഫ് ആയിട്ട് വെച്ചോ. എന്നിട്ട് ഈശോയ്ക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് നോക്കിയേ. ഈശോ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നമ്മൾ എത്രമാത്രം നന്ദി കാണിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞേ. നമ്മുടെ കയ്യിലുള്ള കണക്കുകളൊക്കെ മറ്റുള്ളവരുടെ നന്ദികേടിന്റെ കണക്കുകളാണ്. നമ്മുടെ നന്ദികേടിന്റെ കണക്ക് പുസ്തകം എവിടെ? അതെഴുതിയാൽ ഈ ഭൂമിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അത് എഴുതിയില്ല. യോഹന്നാൻ പറയുന്ന പോലെ ഈശോ ചെയ്ത കുറെ പ്രവൃത്തികളുണ്ട്, അത് മുഴുവൻ എഴുതാനായിരുന്നെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരുന്നു. നമ്മുടെ നന്ദികേടിന്റെ കണക്കെഴുതാനായിരുന്നെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോ മനുഷ്യരുടെ നന്ദികേടിന്റെ കണക്ക് പുസ്തകം നമ്മളെടുത്ത് എന്ത് ചെയ്യണം? അടച്ചല്ല, കത്തിച്ച് കളയ. ഈശോയുടെ ആ സ്നേഹജ്വാലയിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അവിടെ കിടന്ന് അത് കത്തിപ്പോകട്ടെ.
ഇനി നമുക്ക് ഒരാളുടെയും, ഈ ഭൂമിയിലുള്ള ഒരാളുടെയും നന്ദികേടിന്റെ കണക്ക് പറയാൻ നാവ് ഉയരരുത്. കാരണം നമ്മൾ ഈശോയുടെ ഹൃദയത്തോട് കാണിച്ചിട്ടുള്ള അവഗണനയും സ്നേഹക്കുറവുകളും എത്രമാത്രമാണ്. ജനിച്ചപ്പോ മുതലുള്ള കണക്കൊന്നും എടുക്കണ്ട, ഒരു 2 ആഴ്ചത്തെ കണക്കെടുത്താൽ തന്നെ ആവശ്യത്തിനാവും. ഹല്ലേലൂയ. ഇനി ഈശോയുടെ ഹൃദയത്തെ അവഗണിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തെ അവഗണിക്കുന്നുണ്ട്. ഭർത്താവ് ഭാര്യയുടെ സ്നേഹത്തിന് വിലമതിക്കുന്നില്ല. ഈശോയുടെ സ്നേഹത്തെ വിലമതിക്കാത്തവരാണ് പിന്നെ ഭാര്യയുടെ സ്നേഹത്തെ വിലമതിക്കുക. ഭർത്താവിന്റെ സ്നേഹത്തെ വിലമതിക്കുന്നില്ല. മക്കൾ മാതാപിതാക്കളുടെ സ്നേഹത്തെ വിലമതിക്കുന്നില്ല. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സ്നേഹത്തെ വിലമതിക്കുന്നില്ല. ദൈവത്തെ അവഗണിച്ചാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കാരെ വേണമെങ്കിലും അവഗണിക്കാം. ഭർത്താവ് ഭാര്യയുടെ സ്നേഹത്തെ വിലമതിക്കുന്നില്ല, മാതാപിതാക്കളുടെ സ്നേഹത്തെ വിലമതിക്കും, മക്കളുടെ സ്നേഹത്തെ വിലമതിക്കാത്ത മാതാപിതാക്കളുണ്ട്. ആ കാറ്റഗറി കൂടെ പറയാതിരിക്കണ്ട. ഹല്ലേലൂയ. യെസ്. അപ്പോൾ ഈശോയുടെ ഒരു സങ്കടം ഇതാണ്. തന്റെ വലിയ സ്നേഹത്തോട് മനുഷ്യൻ എങ്ങനെയാണ് നന്ദികേട് കാണിക്കുന്നതെന്നും അവഗണിക്കുന്നതെന്നും ഈശോ വെളിപ്പെടുത്തി. അടുത്തതായി, മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം അടക്കി നിർത്താൻ കഴിയാത്തത് കൊണ്ട് അത് ഹൃദയം പൊട്ടി ഒഴുകുകയാണ്. എന്താണ് ഈ ഹൃദയം ഇങ്ങനെ പൊട്ടിയൊഴുകുന്നത്? കരുണയുടെ ഈശോയുടെ ചിത്രം കാണുമ്പോൾ നമുക്ക് എന്തൊരാനന്ദമാണ്. ആ ഹൃദയത്തിൽ നിന്ന് ഇതാ രക്തമൊഴുകുന്നു, ജലമൊഴുകുന്നു. രക്തം ജീവനാണ്, ജലമാത്മാവാണ്. ജീവനൊഴുകുന്നു, ആത്മാവൊഴുകുന്നു. നമുക്ക് നല്ല സന്തോഷം. കരുണയുടെ ഈശോ. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ മേഴ്സിയുടെ ആ ഭക്തി തിരുഹൃദയ ഭക്തിയുടെ തുടർച്ചയാണ്. ഈശോയുടെ ഹൃദയം പൊട്ടി ഒഴുകാണ്. നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ ഹൃദയം പൊട്ടി ഈ രക്തവും ജലവും ഒഴുകുന്നത്? ഈശോ പറഞ്ഞു, മനുഷ്യവർഗത്തോടുള്ള എന്റെ സ്നേഹം അടക്കി നിർത്താൻ കഴിയാത്തത് കൊണ്ട് അത് ഹൃദയം പൊട്ടി ഒഴുകുകയാണ്. അടക്കി വെക്കാൻ പറ്റാത്തൊരു സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ഇൻ പേഴ്സണലി ലവ് വിത്ത് യു. ദൈവം നമ്മോ ഓരോരുത്തരോടും വ്യക്തിപരമായ ഒരു സ്നേഹ പ്രണയ ബന്ധത്തിലാണ്. ഹല്ലേലൂയ. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ 29 പേജ് എഴുതി വെച്ചിട്ടുണ്ട്, 11 പേജായി. ഹല്ലേലൂയ. പക്ഷെ ഇത്രയും മതി. ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. തന്റെ തിരുഹൃദയത്തിലേക്ക് ഈശോ നമ്മെ മാടി വിളിക്കുകയാണ്. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടക്കാം.